ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അമ്മിനീസ് വ്ലോഗ്. അപ്പം ഇന്ന് നമ്മുടെ കോളേജിന്റെ സെക്കൻഡ് ഡേ ആണ്. നമുക്ക് ആകെ 2 പീരീഡേ ഉള്ളൂ, ഒന്ന് ലൈബ്രറിയും ഒന്ന് ക്രിമിനോളജിയും. അപ്പം ആദ്യമത്തെ പീരീഡ് പോയായിരുന്നു, അങ്ങനെയൊക്കെ തന്നെ. അപ്പം നമ്മളിപ്പം പോകാൻ പോവുകയാണ് കോളേജിലോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സിനിമ ആൾക്കാർ വരും നമ്മുടെ കോളേജിലെ പ്രൊമോഷൻ ടീമായിട്ട്. ഏതായിരുന്നടി? കൂടൽ എന്ന് പറയുന്നത് ഞാൻ എന്തായാലും കാണിക്കാം വരുമ്പം. അപ്പൊ നമ്മളിന്ന് ഒന്നും കുറച്ചില്ല, നന്നായിട്ട് പുട്ടിയൊക്കെ ഇട്ട്, അയ്യോ ഇട്ടില്ല, ഹൈലൈറ്റ് ഇട്ടിട്ട് വരാം, മൂക്കൊക്കെ ഇട്ടപ്പോ. അപ്പൊ നമുക്ക് അതൊക്കെ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഇതാ കോളേജിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി വീട്ടിൽ നിന്ന്. സമയം 10:30. ഇന്നിപ്പം 2 പീരീഡേ ഉള്ളൂ. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ 2 പീരീഡിനുള്ള കാരണം ഇന്ന് നെറ്റ് എക്സാം ആണ് ടീച്ചേഴ്സിന്. അപ്പം കുറച്ച് ടീച്ചേഴ്സൊക്കെ എക്സാം എഴുതാൻ പോകുന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അധികം പീരീഡ് ഇല്ലാത്തത്. പിന്നെ പ്രൊമോഷൻ ടീമൊക്കെ വരും. അപ്പം ഞാനത് കാണിക്കാം ഗൈസ്. ഞാൻ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്, കണ്ടോ? അജു ഇന്ന് എങ്ങനെയാണോ ഒരുങ്ങിയത്? ഇന്നത്തെ പോലെയൊക്കെ തന്നെ അല്ലേ? ഞാൻ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി പൊട്ട് തൊട്ടിട്ടുണ്ട്. നമ്മൾ പ്രൊമോഷൻ ടീമുകാരെ അവര് കണ്ട അടുത്ത സിനിമ നമ്മൾ എടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെ കാണിക്കാത്തതിന്റെ സങ്കടമാണ്. സ്കൂള്. We are on the way to college, guys. Oh. Hi. The pharmacy college. College of Pharmacy. അയ്യോ ഇവിടെ പണിയാണ്. അജുവിനൊരു ബുക്ക്, ഒരു റെക്കോർഡ് ബൈൻഡ് ചെയ്യാനുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മളത് ചെയ്യാൻ വേണ്ടി എക്സലൻസിൽ വന്നേക്കുവാ. ഇതിനൊരു കോമഡി. അതെ നമ്മുടെ കണ്ടൂടാട്ടാ വെയില്. അല്ല കണ്ടൂടാന്ന് വെയിലത്തൊന്നും ഇവനാണ് കാലവിട്ട് വീണത്. ഞങ്ങളുടെ കോപ്പറേറ്റീവ് കോളേജിൽ നിന്ന് വന്ന പുതിയൊരു അതിഥി. അതെ ട്രാൻസ്ഫർ ആയി വന്നാണ്. ക്ലാസ്സിലെത്തി ഗായ്സ്. ഒരു പീരീഡേ ഉള്ളൂ. മിസ് വന്നിട്ടുണ്ട് ആദ്യം, ഞങ്ങൾ വന്നു ലാസ്റ്റ് ആയിട്ട്. പാവം മിസ്. അതെ മിസ് അറ്റൻഡൻസ്. മിസ്സിന്റെ മുടി കുറഞ്ഞല്ലേ? ഫോൺ വിളിക്കുന്നത്. ഞങ്ങളുടെ ക്രിമിനോളജിയുടെ ക്ലാസ് കഴിഞ്ഞു. അടിപൊളി ക്ലാസ് ആയിരുന്നു ഗൈസ്. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഇനി എന്തിടയ്ക്ക് കാണിക്കുന്നത്? ഫസ്റ്റ് ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരുന്നു. ഞങ്ങളുടെ റിസുലാമിസാണ്. ഞങ്ങൾ കൊച്ചിലെ നല്ലല്ലോ, എന്തായിരുന്നു 5 വർഷവും ഞങ്ങളെ മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. അടിപൊളി ക്ലാസ്സാണ്. എൻ്റെ മുടി അങ്ങോട്ട് ശരിയാവണില്ല ഇന്ന്. റിസുലാമിസിൻ്റെ ക്ലാസ് എങ്ങനെയുണ്ട്? സൂപ്പർ. പേടിച്ചു പോയല്ലോ. നല്ല ക്ലാസ്സാണ് ഗൈസ്. ഇതാ ഞങ്ങളുടെ റിസുലാമിസ്, സുന്ദരിയല്ലേ? ശ്രീജിത്ത്. എന്റെ വ്ളോഗ് ഇരുന്ന് കാണുന്ന അജു, അതേ സമയം ചിത്തു. അപ്പൊ അവർ 2 പേര് മാത്രമാണ് എന്നെ കാണുന്നത്. ക്ലാസ് എല്ലാവരും പോയി കഴിച്ചു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ലൈബ്രറി. അജിന് വലിയ ഷോ കാണിക്കാൻ പോ.
ലൈബ്രറി ഹായ് കളിക്കുന്നുള്ളേ. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോവാ. ഇന്ന് മറ്റേ സിനിമാക്കാർ വരുമെന്ന് അറിഞ്ഞില്ലേ? ഇതേ ഞങ്ങളുടെ മൂഡ് ഹോള്. അപ്പം അതെന്തായെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പോവാ. കമ്പ്യൂട്ടർ ലാബോ? ഇന്നേ വരില്ലാത്ത കമ്പ്യൂട്ടർ ലാബൊക്കെ. ഹായ് ഹലോ ജെൻ. ഹലോ മാറിക്കേ. ഇത്ര പേരേ ഉള്ളോ? ഇത്ര പേർക്കുള്ള കസേരയുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം. ഹലോ ഹായ് പറ അങ്ങോട്ട്. എന്റെ വ്ലോഗാ. ഹായ് പറ. അതെ ഹായ് പറ. ഹായ്. ഗൈസ് ഞങ്ങളപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ക്രിമിനോളജിയിൽ അടിപൊളി ക്ലാസ് ഒക്കെ നമ്മുടെ പ്രസിലാനസ് എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് നല്ല ശ്രദ്ധിക്കുന്ന കുട്ടികളായിരുന്നു. അതെ റിച്ചായോ? നീ റിച്ചായോ? അല്ല ഇത് ഞാൻ അവിടെ ചെന്ന് വേറെ മെനു നോക്കട്ടെ. മഴ പെയ്യുന്നു കണ്ട. എന്നിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോ സിനിമക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ് ഒന്നുമില്ല, കുറച്ച് റെക്കോർഡൊക്കെ എഴുതാന്ന് വിചാരിച്ചു. പിന്നെ അതേ പാട്ടൊക്കെ പൊക്കത്ത് കേൾക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ക്യാൻറ്റീനിൽ പോയി. എനിക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ 3 ഇഡ്ഡലി തിന്നാണ് കഴിച്ചത്. എന്നിട്ട് വീണ്ടും വിശപ്പ. ഇപ്പം വളരേണ്ട പ്രായമാണെന്നാണ് അജു പറയുന്നത്. അപ്പം തിന്നാലും കുഴപ്പമില്ലെന്ന്. ഇവിടെ എല്ലാം മിസ്സുമാരാ. നമ്മളൊന്ന് കയറി നോക്കട്ടെ. നല്ല ക്യാൻറ്റീൻ. ഇന്ന് എഗ് പപ്സ്. ഗൈസ് ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ പപ്സും നാരങ്ങോളം കുടിച്ചിട്ട് ഇപ്പൊ പഠിക്കാൻ പോവാണ്. അയ്യോ വെയിൽ കൊണ്ട് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഇത് പോവാണോ? എവിടെയാ? പൊക്കത്ത് വിജാസ് സാറിന്റെ അടുത്ത്. ഞങ്ങൾ വരണോ? ചെക്കന്മാരാണെങ്കിൽ വിളിക്കും. ഞങ്ങൾ ഡീലാക്കാം. ഓക്കെ ഗായ്സ്. പിന്നെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും കൊള്ളത്തില്ല ഗൈസ്. അഡ്മിഷൻ എടുക്കുന്നവർ പറയണം, ഞങ്ങൾ എടുത്തു തരുന്നതാണ്. അയ്യോ ആഫ്റ്റർ സോ ലോങ് ഞങ്ങൾ നിഖിഷാജിനെ കണ്ടു, ആശുവിനെ കണ്ടു. ആശു പുതിയ വണ്ടി എടുത്തു ഗൈസ്. അതിന്റെ ചെലവാണ്. അതെ പറയൂ. അയ്യോ സുന്ദരനായി. അല്ല വെളുത്ത്. നല്ല മഴയാണ് കാണാൻ പറ്റുന്നത്. പിള്ളേരൊക്കെ കൊടയൊക്കെ ചൂടി പോവാം. നിങ്ങളെല്ലാം ഇവിടെ കയറി നിൽക്കാം. നീ കൊള്ളാന്ന് പറഞ്ഞേ? ഞാനോ? ഓ അല്ല ഞാൻ കൊള്ളാന്നല്ലേ പറഞ്ഞേ. ആ ഗൈസ് ഞാൻ സുന്ദരായിട്ട് വിളിച്ചിട്ട് വാ. കോളേജിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുത്രനായ ഹാഷിം അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണോ? അപ്പൊ നമ്മളെ ഹാഷിം സ്റ്റാർ എഴുന്നിട്ടുണ്ട്. ചുമ്മാ അമ്മണിനെ കാണാവുന്ന. ഓ അങ്ങനെ ശ്രദ്ധിച്ചു. ഞാൻ കാറിയിട്ടാണ് ഇവിടെ ചെന്നത്. അയ്യോ ലിപ്സ്റ്റിക് കുടിക്കാൻ ഇത്ര അല്ലേ? ഞാനത് താഴെ പോയി. അജുനെ താഴാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ ജൂനിയേഴ്സ് ആണ് ഗൈസ്. ജൂനിയേഴ്സ് പാണ്ടി, ഫിദു, കുഞ്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ക്ലാസ്സിലൊക്കെ ഇരുന്ന് അവിടെ ഇവിടെ എല്ലാം കുറച്ചൊന്ന് കറങ്ങിയൊക്കെ നടന്ന് നമ്മളിവിടെ ഫൈനലി ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കീപ് സൈലൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പയ്യെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലൈബ്രറി വന്ന് റെക്കോർഡ് എഴുതാനുണ്ട്, കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ അത് എഴുതാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ അജ്ന സൈനുദ്ദീനുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് റെക്കോർഡ് എഴുതിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ലൈബ്രറി. വിശാലമായൊരു ഷോറൂമാണ്. ഇവിടെയൊക്കെ പഠിക്കാൻ വരുന്ന പിള്ളേരാ, ഞങ്ങളെപ്പോലെ ഇല്ല. ഞമ്മള് വന്നിട്ട്
തൊടുപുഴ അങ്ങാടി കൂടെ എത്തിക്കണ് അല്ല സർ കോളേജിലെത്തിക്കണ് സവാദ് ബാക്കിലിരുന്നിക്കണ് പിള്ളേര് പറഞ്ഞിക്കണ് ഓലെ പറ്റി പാടാൻ പറഞ്ഞിക്കണ് പറഞ്ഞപ്പോ ചേർന്നിറങ്ങിക്കണ് ഓരാകെ ഇടകേറായിക്കണ് താഴേക്ക് ചാടിക്കണ് നമ്മള് പാടുന്നു പറഞ്ഞിക്കണ് അടിപൊളി ഹെയർ സ്റ്റൈല് കണ്ടിക്കണ് ഫ്രണ്ടിൽ നിന്നിക്കണ് കാലുകളിൽ കെട്ടിക്കണ് കാലുകെട്ടി ചേറിലിരുന്നിക്കണ് ആടിയപ്പം കാലെടുത്ത് മാറ്റിക്കണ് 2 കിലോ ലിപ്സ്റ്റിക് ഇട്ടിക്കണ് നമ്മള് പാടിക്കണ് കയ്യിലുള്ള മൊബൈൽ എടുത്തിക്കണ് നമ്മളെ വീഡിയോ എടുത്തിക്കണ് അടിപൊളി ഹെയർ സ്റ്റൈല് കണ്ടിക്കണ് കണ്ണട വെച്ചിക്കണ് ഓരോ ഫിഗറില് വന്നിക്കണ് അമ്പിളരെ ഇടങ്ങേറാക്കിക്കണ് ഒക്കെ കൂടി പലക്കമലായിക്കണ് അങ്ങോട്ട് ചൂണ്ടി കാണിച്ചിക്കണ് പെണ്ണൊരുത്തിയിരുന്നിക്കണ് ലെഫ്റ്റിലും റൈറ്റിലും നിന്നിക്കണ് അടിപൊളി ഫിഗറിലിരുന്നിക്കണ് സൂപ്പർ താടി കണ്ടിക്കണ് ഒന്നേ ആരോഗ്യം കണ്ടിക്കണ് അയ്യെ ഇറുക്കി പിടിച്ചിക്കണ് നമ്മളെ സെക്കൻഡ് കൊടുത്തിക്കണ് ഓരെ കെട്ടി പിടിച്ചിക്കണ് ഇത് വന്നിക്കണ് ഓടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്തിക്കണ് ഓള് കുത്തി പോയിക്കണ് 5 കിലോ പേർലൗലി വെച്ചിക്കണ് എന്നിട്ട് സ്റ്റൈലിന് വന്നിക്കണ് അത് വിട്ടു നിന്നിക്കണ് എന്നിട്ട് അയ്യോന്ന് പറഞ്ഞിക്കണ് ാണോന്ന് ചോദിച്ചിക്കണ് നമ്മളാണോന്ന് ചോദിച്ചിക്കണ് മറുപടി പറയാതെ നിന്നിക്കണ് ഇവിടുന്നും ആണെന്ന് കേട്ടിക്കണ് പഴയ ഫിഗറില് വന്നിക്കണ് അടിപൊളി ഷർട്ടിട്ട് നിന്നിക്കണ് ഷർട്ടിന്റെ ബട്ടൺ സഹിച്ചിക്കണ് പ്രിയപ്പെട്ട സിനിമയുടെ അടിയുള്ള പ്രവർത്തകര് ഭയങ്കര സന്തോഷമായിട്ട് അടിപൊളി സൂപ്പർ താങ്ക് യു നമ്മുടെ ഞങ്ങളോട് സഹകരിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് നിങ്ങളുടെ സഹപാഠി സ്നേഹത്തിന് നല്ലൊരു വെടിക്കെട്ട് കഴിക്കുന്നുണ്ട്. കാരണം നമ്മള് ഒരുമിച്ച് കൂടിയപ്പോ നിങ്ങളും നമ്മളോടൊപ്പം കൂടി. അതുകൊണ്ട് കൂടൽ എന്ന് പറയുന്ന സിനിമയുടെ അത് ആ തൊപ്പിയിട്ട് നീലക്കോയില് മിസ് എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാം. അപ്പം ഇന്നത്തെ കോളേജ് വ്ലോഗ് ഇത്രയുള്ള ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും അപ്പൊ ശരി ഗൈസ്, അടുത്ത വീഡിയോ കാണാൻ. ബൈ.